സംസ്ഥാനത്ത് ഐക്യസന്ദേശം മുഴക്കാനും തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ സജ്ജമാക്കുന്നതിനെപ്പറ്റി ആലോചിക്കുവാനും AICC നേതൃത്വ യോഗത്തിന് വിളിച്ചവരുടെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് പുറമെ ചില മുൻ KPCC അധ്യക്ഷന്മാർ, MP മാർ, ചില മുതിർന്ന നേതാക്കൾ, ചില വനിതാ നേതാക്കൾ എന്നിവർക്ക് മാത്രം എങ്ങനെ യോഗത്തിലേക്ക് ക്ഷണം കിട്ടിയെന്ന ചർച്ചകളാണ് പാർട്ടിയിൽ ഇപ്പോൾ ചൂടുപിടിക്കുന്നത്. ഇതിനിടെ ക്ഷണം ലഭിച്ച മുൻ KPCC അധ്യക്ഷന്മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ എന്നിവർ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. കേരളത്തിലെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകളിലേക്ക് സജ്ജീകരിക്കാനും സംഘടനാ സംവിധാനത്തിന് പകരം വിളിച്ച യോഗത്തിൽ KPCC ഭാരവാഹിയായി ആകെ ഒരാൾ മാത്രമായിരുന്നു പങ്കെടുത്തത്. KPCCയുടെ അധ്യക്ഷനായ K സുധാകരൻ മാത്രം. MP മാരെ ക്ഷണിക്കുമ്പോൾ നിയമസഭാംഗങ്ങളെ എന്തിനു ഒഴിവാക്കിയെന്നതും വ്യക്തമല്ല. MP മാരാണ് എല്ലാമെന്നും സംഘടനാ സംവിധാന പ്രകാരമല്ല കാര്യങ്ങൾ പോകുന്നതെന്നും അവിടെ ചില പരാതികൾ ഉന്നയിക്കപ്പെടുന്നുമുണ്ട്. രാഹുൽ, പ്രിയങ്ക, ഖാർഗെ എന്നിവരുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടാകാം MP മാരെ എല്ലാവരെയും യോഗത്തിന് വിളിച്ചതെന്നും MLA മാരെ പടിയടച്ച് പിണ്ടം വെച്ച അവസ്ഥയാണ് എന്നും പാർട്ടിയിൽ നിന്ന് തന്നെ പരിഹാസമുയർന്നിട്ടുണ്ട്. ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, PK ജയലക്ഷ്മി എന്നിവരെ മാത്രമായി എങ്ങനെ വനിതാ പ്രാതിനിധ്യത്തിന്റെ പേര് പറഞ്ഞ് ഉൾപ്പെടുത്താനാകുമെന്ന് ചോദ്യമുയർന്നിരുന്നു. എന്നാൽ വനിതാ മുൻ സംസ്ഥാന അധ്യക്ഷയായതിനാൽ ബിന്ദു കൃഷ്ണയെ ഉൾപ്പെടുത്തിയെന്ന വാദവും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റ് മുൻ അധ്യക്ഷന്മാർക്ക് ക്ഷണം ഉണ്ടായിരുന്നോ എന്ന ചോദ്യവും അവിടെ ബാക്കിയായി നിൽക്കുകയാണ്. യോഗത്തിൽ ഇഷ്ടക്കാരെ മാത്രമാണ് ഉൾപ്പെടുത്തിയത് എന്ന പൊതുവികാരമാണ് സംസ്ഥാനത്തെ ചില നേതാക്കൾക്ക് ഇടയിലുള്ളത്. എന്നാൽ സദുദ്ദേശപരമായാണ് യോഗം വിളിച്ചത് എന്നതും അതിൽ തർക്കമുണ്ടാകേണ്ട കാര്യമില്ല എന്നുള്ളതുമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്ന മറുവാദം. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് രാഹുൽ ഗാന്ധിയും ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇനി ഐക്യമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഐക്യമാണ് തങ്ങളുടെ ആശയമെന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത്. അതിന്റെ ഭാഗമായി കേരളത്തിൽ തന്നെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന സൂചനയും നൽകിയിരുന്നു. ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തമ്മിൽ തല്ലോ പോർവിളികളോ ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളോ ഉണ്ടാവുകയാണ് എങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും എന്ന താക്കീതും ലഭിച്ചിരുന്നു. പ്രത്യേകിച്ചും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തന്നെയായിരിക്കണം ലക്ഷ്യമെന്നുള്ളതും ആ താക്കീതിൽ നിറഞ്ഞു നിന്നിരുന്നു. ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിയ നേതാക്കളുടെ ഭാഗത്തു നിന്നും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളുണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് തൃശൂർ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽക്കും പുതിയ ചുമതല ഭാരവാഹികളെ നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായത്. ഇതെല്ലാം തന്നെ ഏറ്റവും വലിയ പരാജയം നേരിട്ട് തൃശൂരിൽ നിന്ന് തന്നെ തങ്ങളുടെ വിജയത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്ന ആശയത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കോൺഗ്രസിന്റെ അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഐക്യത്തിന് വേണ്ടി സംസാരിക്കാനും ഐക്യത്തോടെ മുന്നോട്ട് പോകാനുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നേതൃത്വം വിളിച്ച യോഗത്തിൽ പോലും ഇഷ്ടക്കാരെ മാത്രം തിരികെ കയറ്റുന്ന നയമാണ് സ്വീകരിച്ചത് എന്നതാണ് കോൺഗ്രസിന് അകത്ത് ഇപ്പോൾ ഉയർന്നു വരുന്ന വാദം. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. അതിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് പ്രതിപക്ഷത്ത് മാത്രം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി അടുത്ത ഒരു ടേം കൂടി കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്ത് നിൽക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ട് വലിയ കോട്ടമായിരിക്കും കോൺഗ്രസിന് നൽകാൻ പോകുന്നത്. അത് സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലാണെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ അടയാളവും നഷ്ടപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ വമ്പൻ തിരിച്ചടി തന്നെയായിരിക്കും ഈ സാഹചര്യം നൽകുക എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അഹോരാത്രം പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. 2021 ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് വൻപിച്ച വിജയമുണ്ടായതായി കാണാൻ സാധിക്കും. ആ വിജയങ്ങൾക്കെല്ലാം തന്നെ പ്രധാന ഹേതു VD സതീശൻ തന്നെയാണ് എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് നടന്ന ഉപമണ്ഡലങ്ങളാണെങ്കിലും അതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് തരംഗം നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻപിച്ച മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തരംഗമായിരിക്കുകയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മുന്നോട്ട് വെക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ ഇത് തന്നെയാണ് സംഭവിച്ചത്. 2019 കോൺഗ്രസ് 19 സീറ്റുകളിൽ വിജയിക്കുകയും കേവലം ഒരു സീറ്റിലേക്ക് മാത്രം CPM-ന് ഒതുങ്ങേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വമ്പൻ പരാജയം ഏറ്റുവാങ്ങേണ്ട സാഹചര്യവും വന്നിരുന്നു. അതേസമയം തന്നെ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുകയും കേവലം ഒരു സീറ്റ് BJP-ക്കും മറ്റൊരു സീറ്റ് CPM-ന് മാത്രം ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യം എല്ലാം തന്നെ കാണിക്കുന്നത് ഒരർത്ഥത്തിൽ
കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ട് എന്നതല്ല, ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതേസമയം ഇതേ രാഷ്ട്രീയ സാഹചര്യമോ ഇതേ രാഷ്ട്രീയ തരംഗമോ കോൺഗ്രസ് അനുകൂല സാഹചര്യങ്ങളോ ഒന്നും തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ എല്ലാ ചരിത്രങ്ങളും കാണിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇനി നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ആർക്കാണോ അനുകൂല വിധി ഉണ്ടാകുന്നത് അവർ തന്നെ ഒരുപക്ഷെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ആ അവസരത്തെയും തള്ളിക്കളയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സവിശേഷമായ ഘടകം. കോൺഗ്രസിന് ഉള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പോർവിളികളും പടലപ്പിണക്കങ്ങളും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അടിപിടികളും നടക്കുകയാണെന്ന് ജനങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ആ പ്രതിച്ഛായ സംരക്ഷിക്കുക എന്നത് വലിയ കടമ്പ തന്നെയാണ്. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഇഷ്ടതാരങ്ങളെ മാത്രം അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു ഐക്യത്തിന് ശ്രമിക്കുന്നത്. അത് ഒരുപക്ഷെ വലിയ തരത്തിലുള്ള സംഘടനാ മികവിലേക്ക് അല്ലെങ്കിൽ സംഘടനാ സംവിധാനങ്ങളെ പോലും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിന് അകത്തുനിന്ന് പോലും ലഭിക്കുന്ന വിവരങ്ങൾ.